ഹലോ ഫ്രണ്ട്സ്, സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുറെ പേര് എനിക്ക് അയക്കുന്ന ഒരു മെസ്സേജാണ്. ജൂലൈ 14 ഈ വർഷം ഇനി കാറ്റ് നോക്കിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. സോ ഇതിനുള്ള ഒരു ഉത്തരം ശരിക്കും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല. അതിന്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല, പ്രൊവൈഡഡ് നിങ്ങൾ ഇനി ഉഴപ്പരുത്. നമ്മുടെ കൂടെ ഓപ്പൺ ഡാഡിന്റെ കൂടെ ഏപ്രിലും മെയിലും ജൂണിലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ ടൈം ടേബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത്ര സിലബസ് തീർക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പല ആൾക്കാരും അതിന്റെ പകുതി പോലും തീർത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കാറ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ 3 സെക്ഷൻസ് ആണുള്ളത്: DARC, DALR, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റ്സ് കവർ ചെയ്യാനുള്ളത്. ബാക്കിയുള്ള 2 സെക്ഷനിലും ഈ ക്വാണ്ടിന്റെ സെയിം വെയിറ്റേജ് ഉണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ക്വാണ്ടിന് 1/3 വെയിറ്റേജ് ആണെങ്കിൽ ബാക്കി 2 സെക്ഷനിലും ചേർത്ത് 2/3 വെയിറ്റേജ് ഉണ്ട്. അപ്പം ഇതിന്റെ ഈ 2/3 പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ മോക്സ് എടുക്കുക, കൂടുതൽ മോക്സ് അനലൈസ് ചെയ്യുക. മോക്സ് അനലൈസ് ചെയ്യാതെ മോക്ക് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല. അനലൈസ് എന്ന് പറയുമ്പോഴത്തേക്കും മോക്ക് എടുത്തിട്ട് എവിടേക്കാണ് നമുക്ക് തെറ്റിയത്, എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കുക. ക്വാണ്ടിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സിലബസ് കവർ ചെയ്യാനുണ്ട്. ഒരുപാടൊന്നുമില്ല, 10ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. പക്ഷെ ഈ സിലബസ് കവർ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഏപ്രിൽ തുടങ്ങിയടുത്ത് പറഞ്ഞത് ഡെയിലി 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. ബൈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് 4-5 മണിക്കൂറിലോട്ട് കൊണ്ടുവരാം. ഞാൻ അബ്സല്യൂട്ട് ആയിട്ട് 5 മണിക്കൂർ നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്. ബിക്കോസ് ദിസ് ഈസ് നോട്ട് അബൌട്ട് മഗ്ഗിങ് അപ്പ് കുറെ സാധനങ്ങൾ. ആൻഡ് കാറ്റ് ഈസ് ഓൾസോ നോട്ട് എ ഹൈ സ്കോറിംഗ് എക്സാമിനേഷൻ. നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ വർഷം 38 to 40 മാർക്ക് 198 വാങ്ങിയ ആൾക്കാർ, അതായത് 25% മാർക്ക് കിട്ടിയ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90% അല്ലെങ്കിൽ 92% ഒരു BBAMന്റെ എങ്കിലും കോള് കിട്ടാനുള്ള ലെവലിൽ അത്രയും ലോ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അതായത് നിങ്ങൾ എല്ലാ സാധനങ്ങളും ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ക്വാണ്ടില് കഴിഞ്ഞ വർഷം 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ, 22 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന അത്രയും എളുപ്പമുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കാറ്റ്. അപ്പൊ അതിൽ എന്തുകൊണ്ട് കുട്ടികൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി 1 പ്രിപ്പറേഷൻ ഇല്ല, 2 റൈറ്റ് പ്രിപ്പറേഷൻ ഇല്ല. റൈറ്റ് പ്രിപ്പറേഷൻ എന്താണ്? ഈ കോൺസെപ്റ്റ് പഠിക്കുന്നതിന്റെ കൂടെ ഞാൻ കോൺസെപ്റ്റ് മൊത്തം പഠിച്ചിട്ട് അവസാനത്തെ 1 മാസം മോക്ക് എടുത്തോളാം, അല്ലെങ്കിൽ ഞാൻ മോക്കൊന്നും കുഴപ്പമില്ല, ഞാൻ കോൺസെപ്റ്റ് പഠിച്ചു പോയിട്ട് അങ്ങനെ എഴുതിക്കോളാം എന്ന് പറയുന്ന സംഭവമല്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവുക, എക്സാമിന് ഒരാഴ്ച മുന്നേ കുത്തിയിരുന്ന് പഠിച്ച് ബൈഹാർട്ട് പഠിച്ച് അത് എല്ലാം എഴുതി 100-ൽ 100 മാർക്ക് വാങ്ങാനാണ്. ഇവിടെ 100-ൽ 100 മാർക്ക് വാങ്ങേണ്ട ആവശ്യവുമില്ല. ഇവിടെ 2ാമത്തെ കേസിൽ ഇവിടെ മഗപ്പ് ചെയ്തിട്ട് ഒന്നും എഴുതാനും പറ്റില്ല. 2, 3, 4, 5, 6 ക്വസ്റ്റ്യൻസ്, അതായത് ക്വാണ്ട് കഴിഞ്ഞ വർഷം കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് 3 ക്വസ്റ്റ്യനിൽ കട്ട് ഓഫ് ക്ലിയർ ആയി. ഇത്തവണ ചിലപ്പോൾ അത് 6 ക്വസ്റ്റ്യൻ ആവാം, 8 ക്വസ്റ്റ്യൻ ആവാം, ഡിപ്പെൻസ് ഓൺ ദി ഡിഫിക്കൽട്ടി. ബട്ട് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു ലോ സ്കോറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഈ പറയുന്ന കാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മൊത്തം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്രയും സിലബസ് ഉണ്ട്. ഇത്രയും സിലബസിൽ ഈ ഒരു 25% അല്ലെങ്കിൽ 20% ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ തന്നെ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെസ്സേജ് ഈസ് വെരി ക്ലിയർ. നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി ടൈം ഇടുകയാണ്, നിങ്ങൾ കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യാണ്, അതിന്റെ കൂടെ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ മോക്കുകൾ എടുക്കുകയാണ്, നിങ്ങളത് അനലൈസ് ചെയ്യുകയാണ്, നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ വീക്ക്നെസ് ഇവിടെയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം. എസ്റ്റാബ്ലിഷ്ഡ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെ ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് ലാസ്റ്റിൽ വരെ കോച്ചിങ് പുതിയൊരു ബാച്ചിന്റെ തുടങ്ങുന്നുണ്ട് ഈ കാറ്റിന് വേണ്ടി. ദാറ്റ് മീൻസ് നിങ്ങൾ പിന്നിലല്ല. ഞാൻ എന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയത് ജൂലൈയിലാണ്, എനിക്ക് കാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഇത് ചെയ്യാൻ ഇപ്പോഴും നിങ്ങൾ വൈകിട്ടില്ല. പക്ഷെ ഇനി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ, സ്കൂൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ അവസാനത്തെ ഒരാഴ്ച മൊത്തം ചില്ലിയിട്ട് ലാസ്റ്റ് ഞായറാഴ്ച മാത്രം പഠിക്കാമെന്ന് വിചാരിക്കുന്ന കോൺസെപ്റ്റ് നടക്കില്ല. ഡെയിലി പുട്ട് ഇൻ സം സോർട്ട് ഓഫ് എഫേർട്സ്. ആൻഡ് ഇഫ് യു ആർ എ റൈറ്റ് കാറ്റ് ആസ്പിറന്റ്, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇപ്പം വെറുതെ നിങ്ങൾ ഒരു ബസ്സിൽ പോകുന്ന സമയത്ത് ഗ്രൂപ്പിൽ, ഏതെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ഡാറ്റയുടെ ഗ്രൂപ്പിലോ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾ അപ്പോൾ അത് അവിടെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഒരു ബാധ്യതയായിട്ട് കാണാതെ ഇതൊരു വേൾഡ് കപ്പ് ഒക്കെ കളിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോട് കൂടി, ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇതൊരു ഹരമായിട്ട് നിങ്ങൾ എടുക്കണം. പുതിയൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇത് ചെയ്യാൻ നോക്കുക, അത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിക്കുക, കിട്ടിയില്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുക, എന്നിട്ട് ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കുക. ബിക്കോസ് നിങ്ങൾ ഇപ്പൊ DLRന്റെ കേസിൽ ഇപ്പം ഇന്നലെ നമ്മളുടെ പഴയ ഓപ്പൺ ഡാറ്റയിലെ കാറ്റ് ക്ലിയർ ചെയ്ത IIM അഹമ്മദാബാദ്, കോഴിക്കോടിലൊക്കെ ഉള്ള ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ട് നമ്മുടെ ആസ്പിറൻസിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300-400 സെറ്റ് DLR നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ എ ബെറ്റർ പൊസിഷൻ.
പക്ഷെ അത് ഇപ്പൊ DLR നിങ്ങൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കോൺസെപ്റ്റ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ 400 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ 401ാമത്തെ ഒരു വേറൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് കാറ്റിന് വരാം. അപ്പം ദി ഐഡിയ ഈസ് എപ്പോഴൊക്കെ ടൈം കിട്ടുന്നു അപ്പോഴൊക്കെ DLRന്റെ പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യുക, DLRന്റെ സെക്ഷണൽസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം 600 ക്വസ്റ്റ്യൻ ചെയ്ത് അല്ലെങ്കിൽ 2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന 1000 ക്വസ്റ്റ്യൻ ചെയ്ത ഒരാൾക്കാണെങ്കിലും ചിലപ്പോൾ അതല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചിലപ്പം വരാം. അതുകൊണ്ട് നമുക്ക് ആരും ടു ഏർലി ഓർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ആണ് എന്ന് ഞാൻ പറയുന്നില്ല. സോ യു ഹാവ് ഇനഫ് ടൈം. VRCയുടെ കേസിലാണെങ്കിൽ കൂടുതൽ VRC സെറ്റ് തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. റീഡിംഗ് കോമ്പ്രഹെൻഷന്റെ റീഡിങ്ങിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഡെയിലി RC സെറ്റുകൾ ചെയ്യുക. അപ്പൊ ഡെയിലി ഒരു 2 RC സെറ്റ് ചെയ്യുക, ഡെയിലി ഒരു 2 അല്ലെങ്കിൽ 3 DLR ചെയ്യുക. ക്വാണ്ടിന്റെ നിങ്ങളുടെ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് തീർക്കുക. സോ ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈസി ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് വരുന്നത്, ഈ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ ഈ എന്തായാലും 20% മാർക്കും 25% മാർക്ക് വാങ്ങിയാൽ മതിയല്ലോ. അപ്പം കുറെ പോർഷൻസ് അങ്ങ് വിട്ടാലോ. ജോമെട്രി ഞാൻ പഠിക്കുന്നില്ല, അരിത്തമെറ്റിക് ഞാൻ പഠിക്കുന്നില്ല, ഓൾജിബ്ര പഠിക്കുന്നില്ല, ഒരിക്കലും ചെയ്യരുത്. ഇന്നലെ അഞ്ജന എന്ന് പറഞ്ഞിട്ട് നമ്മൾ IIM കോഴിക്കോട്ടിൽ പഠിക്കുന്ന നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മളോട് ഉണ്ടായിരുന്ന ഒരു കുട്ടി പറഞ്ഞത് വളരെ വാലിഡ് പോയിന്റ് ആണ്. നിങ്ങൾ 22 ക്വസ്റ്റ്യൻ ഉള്ളൊരു കാറ്റ് എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ 50% സിലബസ് പഠിച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു 10 ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യന്റെ എക്സാം ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ ഉള്ള ഒരു 22 ക്വസ്റ്റ്യന്റെ ഒരു എക്സാം എഴുതുമ്പോൾ നിങ്ങൾ അവിടെ 10 ക്വസ്റ്റ്യന്റെ ഒരു എക്സാം, ഒരു ചെറിയ എക്സാം ആണ് എഴുതാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് അവിടെ കുറയും. ഇനി നിങ്ങൾ ജോമെട്രി വിട്ടു എന്ന് വിചാരിക്കുക. ആ ജോമെട്രി നിന്നാണ് ആ വർഷത്തെ കാറ്റിലെ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, റൈറ്റ്? ടൈം ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വില്ലനായിട്ട് വരുന്നത്. അപ്പം ആ കുറഞ്ഞ ടൈമിൽ ജോമെട്രി അറ്റ്ലീസ്റ്റ്, അതായത് കംപ്ലീറ്റ്ലി പാടെ വിട്ടവന് ഈ ഈസി ആയിട്ടുള്ള 3-4 ജോമെട്രി എന്ന് വന്ന ക്വസ്റ്റ്യൻ തൊടാൻ പറ്റില്ല. കുറച്ചെങ്കിലും നോക്കിയ ആൾക്കാർ ചെയ്യാൻ പറ്റും. സോ ഐ ആം ടെല്ലിങ് യു ലൈക്ക് സേ ജോമെട്രി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ അത് പഠിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല. ബിക്കോസ് നൗ യു ഹാവ് ഇനഫ് ആൻഡ് മോർ ടൈം. 10ാം ക്ലാസ് വരെയുള്ള ആകെ ഒരു 10-12 കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. സോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സും ബേസിക് ക്വസ്റ്റ്യനെങ്കിലും ചെയ്യാൻ വേണ്ടി പഠിച്ചു വെക്കുക. ഒരു ഒക്ടോബർ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോറിറ്റീസ് വെക്കാം. സേ അരിത്തമെറ്റിക് ആയിരിക്കും ഞാൻ എന്റെ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ജോമെട്രി സെക്കൻഡ് പ്രയോറിറ്റി ആയിരിക്കും, ഓക്കെ. ബട്ട് ഇഫ് ഒരു ഈസി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് ടോപ്പിക്കിനാണെങ്കിലും ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങൾ സിലബസ് വിട്ടിട്ടുള്ള ഒരു കളിയും നടക്കില്ല. കംപ്ലീറ്റ്ലി നിങ്ങൾ ഡേ ടു ഡേ ഇതിനകത്ത് പ്രിപ്പറേഷൻ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞൊരു സംഭവം നടക്കും. നിങ്ങൾ എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ആയിക്കോട്ടെ, നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ എക്സാമിലും ടോപ്പറും ആയിക്കോട്ടെ, പക്ഷേ കാറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ബഹുമാനം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ക്രാക്ക് ഇറ്റ്. ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്, ഇഷ്ടം പോലെ നമ്മുടെ അലുമിനീസ് നമ്മളെ കൂടെ പഠിച്ച ഒരു IIMസിലും പല മികച്ച ബിസിനസ് സ്കൂളിലും ഉണ്ട്. ഇവരെല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു സാധനം, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ ബ്രില്യൻറ്റ് യു ആർ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് പല ടോപ്പിക്, ഇപ്പൊ നീറ്റൊക്കെ പരീക്ഷയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ റാങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു കോളേജ് കിട്ടുള്ളൂ. പക്ഷേ ദിസ് എ ലോ സ്കോറിംഗ് എക്സാം. സോ ഇഫ് യു പുട്ട് ഇൻ ദി എഫേർട്സ് there are options where you can leave certain questions in the actual examination. നിങ്ങൾക്ക് പറ്റാവുന്ന എളുപ്പമുള്ള കുറച്ച് സാധനങ്ങൾ ക്രാക്ക് ചെയ്താൽ തന്നെ കിട്ടുന്ന ഒരു പരീക്ഷയാണ്. സോ യു ആർ നോട്ട് ലേറ്റ്. കാറ്റ് 2025 നോക്കാം. ഈ വർഷം ഇത്ര ആയില്ല എന്ന് വിചാരിക്കുന്നവർ പെട്ടെന്ന് പോയി കാറ്റ് 2024 പ്രിപ്പറേഷൻ തുടങ്ങിക്കോ. എന്നിട്ട് കാറ്റ് 2024 എഴുതുക. എന്നിട്ട് അറ്റ് ദ ലീസ്റ്റ് നിങ്ങൾക്കത് വിചാരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടിയില്ലെങ്കിലും 2025 പോകുമ്പോൾ ഒരു വലിയൊരു ലേണിങ്ങോട് കൂടി നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ ഉള്ളൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് പോലും വെക്കണ്ട. കാറ്റ് 2024 കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുക. ബിക്കോസ് ഇപ്പോഴും നിങ്ങൾ ഒട്ടും വൈകിട്ടില്ല. ഓപ്പൺ ഡാറ്റയുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ റിസോഴ്സസും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സോ റിസോഴ്സ് ഇല്ലാത്തൊരു പ്രോബ്ലം ഒന്നും ആരും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യാം. യു ക്യാൻ യൂട്ടിലൈസ് ദി ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോർ ഡൗട്ട് ക്ലിയറൻസ് ആസ് വെൽ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ കാറ്റ് 2024. 2025 അല്ല, 2024. എല്ലാവരും പോയി കാറ്റ് 2024 പ്രിപ്പയർ ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുക, പ്രാക്ടീസ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ വരും. സോ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.